ഊര് പാൻഡൂലൻ ചിരിച്ച് കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തീട്ടാ മതി. എടാ നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട വേണ്ട, വിഷയമൊന്നും മാറ്റണ്ട. ഊരണോട്ട്. വേണ്ട വേണ്ട, നീ കറുത്തവൻ കേട്ടോ. ഒരു ഔദാര്യം. ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡായിരുന്നു. എല്ലാം നിനക്ക് ആദ്യം വേണം. ഞാൻ എന്താ പിച്ചക്കാരനാ? അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. അളിയാ ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്. അതിന് അവളിന്ന് രാവിലെ ഒരു 9:10 ആവുമ്പോ ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടളിയാ. വേണ്ടെങ്കി വേണ്ട, ഞാനൊന്നും പോടില്ല. എന്നെ ഇട്ട് ഈ കുരങ്ങ് കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. പോയിച്ചു വരാനാ? നീ കൂടെ പോ. ഞാൻ എന്താ വരുന്നത്? നീ അല്ലേ എന്റെ ഒരു ധൈര്യം. കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണം വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ ഞാൻ എന്റെ വേലക്കാരനാണെന്നാ. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ് ചെയ്ത് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടിയായിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒരൊറ്റയാണ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അറിയോ? അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇപ്പൊ അവരുടെ ധാരണയൊക്കെ മാറിക്കാണും. മാറുവോ? നീ വേഗം കളിയാ. ഞാൻ ഇപ്പൊ റെഡിയാ. ചെല്ലേ പോരാടി. ചാളി വേഗം വന്നേ. ഒരു സിഗരറ്റ് കുറ്റിയല്ല. എന്തോ ഇത് കത്തിക്ക്. കുറച്ച് കഴിയുമ്പോ വലിച്ചേണ്ടി വരുമോ? കൂട്ട് കൂട്ടാൻ ഒന്ന് വേഗം ആടറേ. നീയല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാകും. എന്നാ പിടി. വാ. അയ്യേ, വണ്ടിക്കത്തൊരു തീപ്പെട്ടി കൂടി വിടുകയല്ല. അനക്കേടായിപ്പോയി. കൈയെടു. എട് കൈയെടുക്ക. കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാതെ. കാര്യമുണ്ട്, കുറച്ച് നീങ്ങിന്നോ. ഗുഡ് മോർണിംഗ്. ഹലോ. പിന്നെ ഷോപ്പിങ്ങിന് വന്നാണല്ലേ? വണ്ടി കൊണ്ടുപോയി വീട്ടിട്ടേക്കോ. വണ്ടിയോ? എടാ കണക്ക് ഞാൻ തരാമാ. അവന്റെ വണ്ടി. വണ്ടിയോ? വണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വൺസ് ഇൻ എ വൈൽ ഞാനിവിടെ വരുമ്പോ മാത്രം. ഒന്നാമത് ഇവിടുത്തെ ട്രാഫിക് റോഡ്സ് വെരി ബാഡ്. 2 ദിവസം കൊണ്ട് മടുത്തു. മിസ്റ്റർ ഗോപകുമാർ? നോ പ്ലീസ് ഗോപു. ഹൗ അബൌട്ട് വൺ മോർ ഐസ്ക്രീം? നോ താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ. ഷുവർ. വെയിറ്റർ. വെൽ, ഓ എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എത്രയായി? 2 ഐസ്ക്രീമിന് എന്തോല? 12 രൂപ. 20 രൂപയുണ്ട്. ബാക്കി നീ എടുത്തോ. ബില്ല് കൊണ്ടുവരുമ്പോ കൂടുതൽ പേനയും കൊണ്ടുവരണം. ഞാൻ ഒപ്പിട്ട് തരും. നീ സലാം വെച്ച് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം. ഓ ഐ എം സോറി മീര. ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സ്വൈര്യമായിട്ട് സാധിക്കാറില്ല. ഒന്നുകിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ്. വലിയ ഉത്തരവാദിത്തമാണ്. ഐ എം ഫെഡ് അപ്പ്, റിയലി ഫെഡ് അപ്പ് അറ്റ് ദിസ് ഏജ്. ഞാൻ ക്യാഷ് കൊണ്ടുനടക്കാറേ ഇല്ല. ബില്ല് ഓഫീസിലയക്കും, എല്ലാം കമ്പനി അക്കൗണ്ടിൽ പൊയ്ക്കൊള്ളും. അത്രയും ടാക്സ് പറയുമല്ലോ. നമുക്കിറങ്ങാം. ഓ ഷുവർ. 20 രൂപയോ?
രാവിലെ പുട്ടും കടലയും മേടിക്കാൻ 2 രൂപ ചോദിച്ചപ്പോ കണക്ക് പറഞ്ഞ ചെമ്പാരാമൻ പിള്ളേ, ഒരു പെണ്ണിനോട് 10 മിനിറ്റ് സംസാരിക്കാൻ 20 രൂപ, അതും ഒരു കാശുകാരി പെണ്ണിനോട്. ഈ പരിപാടി ശരിയാവില്ല. ദാ, അതിനൊക്കെ വേറെ കാര്യം ഉണ്ട് ചാർലി. എന്ത് കാര്യമായാലും മോട്ടിക്കാൻ ഞാൻ, പ്രേമിക്കാൻ നീ. ആ കളി വേണ്ട. ആശയില്ലെന്ന് കണ്ട എവിടെ ഇട്ടച്ചങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതെ നിന്റെ ഗതി, എനിക്കങ്ങനെയുള്ള ഗതികൾ ഉണ്ടാവില്ല. ആ, ഉണ്ടാകാതിരിക്കട്ടെ. ഹലോ ഹലോ, ആരായത്? തീരെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. സ്റ്റോക്കില്ല. ഇന്നോ നാളെ എങ്ങനെ വരുമോ? ഒന്നും പറയാനൊക്കത്തില്ല. എല്ലാം കർത്താവിന്റെ ഇരിക്കുക. ഈശോമിശിയായി സ്വീകരിക്കട്ടെ. എപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കും. ആ. 2 ബോഷമാണ്. ഓ, ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്യടാ. നീ ഫസ്റ്റ് ഇടാ. നല്ല ഷൈനിങ് അല്ലേ വേൾഡ് കപ്പിന്? 24 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയായി തീരും. 2 രൂപ മുടക്കി ഒരു ടിക്കറ്റ് കരസ്ഥമാക്കൂ. ഭാഗ്യദേവന നിങ്ങളെ മാറി മാറി വണ്ടി നോക്കി ഒരു ചായ വാങ്ങിച്ചു തരണം മിസ്റ്റർ. രാവിലെ തൊട്ട് ഭാഗ്യദേവനെ വിളിക്കുകയല്ലേ? എത്ര കടകൾ കഴിഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു വണ്ടി വിടണമെങ്കിൽ ചായ വെച്ചാൽ രാവിലെ പോലെ ഇന്നത്തെ അനൗൺസ് ചെയ്യില്ലേ ഭാഗ്യദേവനെ? എത്ര കട കഴിഞ്ഞോ? എന്താ 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 പ്രശ്നം എന്ന് പറ. അല്ല ശരി, രാവിലെ പോലെ ഇതിന്റെ ലോട്ടറി ടിക്കറ്റ് അനൗൺസ് ചെയ്യാം. ഒരു ചായ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ലേ? ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാശാനെ. ആ, ഇക്കണക്കിന് ശബ്ദം മാത്രമല്ല തടിയും പോവും. ചുമ്മാ വാശാനി കളവന്റെ വേറെ. എന്താ ഇത്? അല്ല പിന്നെ 5 മണി വരെ 10 മണി വരെ ഇയാളുടെ വണ്ടിക്ക് വണ്ടി പോയി. ഏയ്, ഹലോ ഹലോ, എന്ത് പറ്റി? കാറ് പോയി. പോട്ടെ. പോട്ടെന്ന് പറഞ്ഞ കാശ് ഒന്നില്ലെന്നേ. ഈ ഇപ്പൊ എന്താ വേണ്ടേ? ചായ കുടിക്കണം. ചായ കുടിക്കണം. നിന്റെ കാശില്ലേ? കാശാ? എന്റെ കാശ് കാശില്ലേ? കണ്ട പെമ്പിളാരെ സൽക്കരിക്കാൻ 10 രൂപ ചായ കുടിച്ചപ്പോ ഉണ്ടല്ലേ? അതിനൊക്കെ ഉള്ള കാശുണ്ട്. വാങ്ങുണ്ട്. അവൻ പോട്ടാശാനെ. ഇവിടെ ഇങ്ങനെ ഒരു റോഡും ഇല്ല, ഈ പേരിലൊരു സ്ഥാപനവും ഇല്ല. എന്തായാലും എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു വീട്ടിലോട്ട് എല്ലാം പറ്റത്തില്ല. 100 രൂപ വഴിച്ചെലവെന്ന് പറഞ്ഞ ആ ദ്രോഹി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അവിടെ ചെന്നാൽ മതി, അവൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു പണിയില്ല നടക്കുന്ന ഒരുപാട് ഫ്രാഡുകളുണ്ട് ഇവിടെ, അല്ലേ? പിന്നെ നമുക്കെന്താ പണി? ഏ? നമുക്കേ ഞങ്ങളെ ഈ എക്സ്പോ ഉം. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലേ? ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി. എന്റെ മൂത്ത പാപ്പങ്ങള് കല്യാണം കഴിപ്പിച്ചയക്കണം. ഒരു അനിയനുള്ളത് ഊമയാ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ കുറെ ആദർശങ്ങളുമാ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളോട് കൂടുന്നു. അതെ, പെങ്ങളെ കെട്ടിച്ചു വിടാം, അനിയനെ സംസാരിപ്പിക്കാം, അച്ഛന്റെ ആദർശങ്ങൾ വലിച്ച് തോട്ടിൽ എറിയാം. ഞങ്ങളുടെ തൊഴിൽ സുന്ദരവും സത്യസന്ധവുമായ മോഷണം എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത മോഷണം എന്നർത്ഥം. ഈ കാറിന് വീൽ കപ്പിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ എന്ന് തീർത്ത് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊരും. അങ്ങനെ കാറിന് ഓടാൻ ആവശ്യമില്ലാത്ത പലതും ഞങ്ങൾ ഊരും വിൽക്കും. അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അതൊക്കെ തെറ്റല്ലേ? പിന്നെ പിന്നെ ശരിയായിട്ട് ചെയ്യാനൊന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കണ്ട, ഇവിടെ ഇരുന്നു. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ തന്നെ കുടിക്കൂ. നമ്മളിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തിയേക്കാം. ആ, എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങിച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരെ, കൂടെ പോരെ. അല്ല, മറ്റൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ താൻ എടുക്കണ്ടെന്നേ. താൻ മാറി നിന്നു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ. എന്താ അപ്പാ വാസനെ. പണ്ടറക്കാരൻ പോകുന്നുമില്ലല്ലോ. അപ്പൊ അനുസരണയുണ്ട്.
KLK 8301. ഇത് നമ്മുടെ ചാക്കോച്ചന്റെ വണ്ടിയല്ലേ? ചാക്കോച്ചൻ? ചാക്കോച്ചനെ ഏത് ചാക്കോച്ചൻ? ഓ ഇവൻ. ഓ, നമ്മുടെ ചാക്കോച്ചൻ. ആ. അത് പിന്നെ കണ്ടറിയാൻ പാടില്ലേ? അത് തന്നെ. തുടങ്ങാം. പിന്നല്ലാതെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? ദാ, വാ. എവിടെ പോന്നു? അല്ല, വേണ്ടപ്പെട്ട ഒരാളുടെ വണ്ടിയാ. ആ. അപ്പൊ കണ്ട സ്ഥിതിക്ക് നോക്കാതെ പോകുന്നത് മോശമല്ലെന്ന് വിചാരിച്ച. വേണ്ട വേണ്ട, എനിക്കറിയാം എന്തിനാണ്. അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനില്ല. അതെ, നീ തൊട്ടശുദ്ധമാകണ്ട, വെറുതെ നിന്ന് നിന്നാ മതി. ഒരു മറയായി. അതെ, വാ, ദാ, വാ, വാ. വാ. വാടാ. എഴുന്നേൽക്കണം. ക്ഷീണിക്കടാ. നടക്ക്. സാർ, ഞങ്ങളെ പോലീസ് ഏൽപ്പിക്കരുത്. എവിടെ ഏൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മിണ്ടാതെ പറയുന്ന അനുസരിച്ചാൽ മതി. നടക്ക്. എല്ലാം ഇറങ്ങിന്. എന്താണ് ഇത് വാദം പിടിച്ച പോലെ? അങ്ങോട്ട് ഇറങ്ങിക്ക്. നീങ്ങി നിക്ക്. അടുത്തോട്ട്. ചെറുപ്പക്കാരെ തിരിച്ചുവല്ലം ചെയ്യണ്ടേ അല്ലേ? Yes, that's it. Smart boy. Come on. Come on. Very bad kick. Timing ശരിയല്ല. സ്പീഡ് പോരാ. Come on. ഇത്രേ ഉള്ളോ? ദേഹം ഒന്ന് അനങ്ങിയത് പോലും ഇല്ലല്ലോ. മോശം മോശം. ഗോപു അല്ലേ? ആ ബ്രീഫ് കേസ് എടുത്തുണ്ടോ? വാ. അങ്ങോട്ട് നിൽക്കേ. ഇവിടെ നീങ്ങി നിൽക്കേ. കുറെ കൂടെ അടുത്ത്. ഗോപു, hurry up, come here. കക്കാൻ പോയാൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് കക്കാനും അറിയില്ല, നിൽക്കാനും അറിയില്ല. ഗോപു, ഉണ്ണി, ചാർലി, നിങ്ങൾ 3 പേരിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള എന്നെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോ നിവൃത്തിയില്ലാതെ നിങ്ങളെ പോലെ ഞാനും മോഷ്ടിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളു തുറന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പണമുള്ളവരാരെങ്കിലും കുറച്ച് പൈസ തന്ന് എന്നെ സഹായിച്ചു കരുതി. പലരോടും ചോദിച്ചു, ആരും സഹായിച്ചില്ല. ഇന്ന് എനിക്ക് ധാരാളം പണമുണ്ട്, സഹായിക്കാനുള്ള മനസ്സുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറെ പണം തരാൻ പോകുന്നു. ഔദാര്യമല്ല, പണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കരുതിയാലും മതി. ഇത് 10,000 രൂപയുണ്ട് ഗോപുവിന്. ഇത് ഉണ്ണിക്ക്. ഇത് ചാർലിക്ക്. എന്ത് വേണോ ചെയ്യാം. ബുദ്ധിപൂർവ്വം ചെലവാക്കാം, ധൂർത്തടിച്ച് കളയാം. അവനവന്റെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, 1 വർഷത്തിന് ശേഷം
നിങ്ങൾ എന്തൊക്കെയായി എന്ന് എനിക്കറിയണം. ഇന്ന് നവംബർ 27. അടുത്ത നവംബർ 27 നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കൂടുന്നു. ഒരു മനുഷ്യായുസ് മുഴുവനും ധൂർത്തരച്ച് കളയാനുള്ള തുക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമെന്ന് പറയാൻ എനിക്കാരുമില്ല, ആരെയും അതിര് കടന്ന് വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാം കണ്ടുമുട്ടുമ്പോൾ എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. പ്രോമിസ്? പ്രോമിസ്. പ്രോമിസ്. പ്രോമിസ്.